ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 കെമിസ്ട്രി ചാപ്റ്റർ 1, അതായത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, സോ മാറ്റർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഓക്കെ, അപ്പോൾ മാറ്റർ എന്താണെന്നുള്ളത് ഒന്നുകൂടി പറയാം. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഒരു നിശ്ചിത മാസ് ഉള്ളതുമായിട്ടുള്ള എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി, അതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പെർസീവ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കാണാനോ തൊടാനോ കേൾക്കാനോ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാനോ സ്മെൽ ചെയ്യാനോ ഒക്കെ ആയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്തെന്ന് പറയാം, മാറ്റർ എന്ന് പറയാം. മാറ്റർ മൂന്ന് സ്ഥിതിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് പ്ലാസ്മയുണ്ട്, അതുപോലെ തന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഹൗ എൻ ഒബ്ജെക്റ്റ് ലുക്സ്, ഫീൽസ് ഓർ ആക്ട്സ് എന്നുള്ളതാണ് നമുക്കൊരു പ്രോപ്പർട്ടീസിൻ്റെ ഒരു കുഞ്ഞൊരു ഡെഫിനേഷനായിട്ട് പറയാൻ പറ്റുന്നത്. പ്രോപ്പർട്ടീസിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ക്യാൻ ബി ഒബ്സേർവ്ഡ് വിത്ത് അവർ സെൻസസ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് കേൾക്കാൻ പറ്റും, നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റും, നമുക്ക് തൊടാൻ പറ്റും, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിന് കുഞ്ഞൊരു ഡെഫിനേഷൻ നോക്കുക. Properties which can be measured or observed without changing the identity or the composition of the substance. ഒരു വസ്തുവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ വസ്തുവിന് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താതെ തന്നെ അതിൻ്റെ പ്രത്യേകതകളൊക്കെ അളന്നെടുക്കാനോ അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആ വസ്തുവിന് ഒരു തരത്തിലുള്ള ചേഞ്ചസും വരുത്തുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. എക്സാമ്പിളാണ് കളർ, ഓർഡർ, മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, ഡെൻസിറ്റി എക്സാമ്പിളാണ്. അപ്പോൾ നോക്കാം, എക്സാമ്പിൾസ് ഞാൻ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ കളറാണ്, അല്ലേ? നമുക്ക് വ്യക്തമായിട്ട് നമുക്കൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇത് പച്ചയാണ്, നീലയാണ്, കറുത്തതാണ്, വെളുത്തതാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ കളർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി അടുത്തത് പറയുന്ന സൈസാണ്. ഒരു സാധനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ സൈസ് എത്ര നീളം കൂടിയതാണ്, എത്ര വീതിയുള്ളതാണെന്നൊക്കെ നമുക്ക് അതിന് പ്രത്യേകിച്ച് ആ സാധനത്തിന് നമുക്ക് ഒരു തരത്തിലുള്ള ചേഞ്ചസും വരുത്തേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്, അളന്നെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത വോളിയമാണ്. ഓക്കെ, വോളിയം അളക്കാനും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ വസ്തുവിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ പറയുന്ന ബോയിലിംഗ് പോയിൻ്റ് ആണ്. അതായത് നമുക്ക് പറയാം വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി നോർമലി സേ ഇറ്റ്സ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിൻറ്റ്. ഓക്കെ, ബോയിലിംഗ് പോയിൻറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിൻറ്റ്, ഐസ് മെൽറ്റ് ആവുന്ന മെൽറ്റിംഗ് പോയിൻറ്റ് എത്രയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ് ഇതൊക്കെ വരുന്നത് എന്ത് തന്നെയാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി തന്നെയാണ്. അടുത്ത് വരുന്ന ഡെൻസിറ്റിയാണ്, സാന്ദ്രത എന്ന് പറയുന്നത് ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി നമ്മളതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ നോക്കിയ ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് മേലെ കിടക്കുന്നത്, ഡെൻസിറ്റി കൂടിയ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റി കൂടിയ ലിക്വിഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, താഴെ കിടക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് വരുന്നത് മാഗ്നറ്റിസമാണ്. മാഗ്നറ്റിസം നമുക്കറിയാം, ഒരു വസ്തു മാഗ്നറ്റിക് ആണോ ഇൻ നേച്ചർ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ വസ്തുവിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആൻഡ് നെക്സ്റ്റ് ഈസ് സോലിബിലിറ്റി. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ എല്ലാം തന്നെ എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഇൻ വിച്ച് എ കെമിക്കൽ ചേഞ്ച് ഒക്കർ. അതായത് ഈ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. അതായത് കെമിക്കൽ റിയാക്ഷൻസ്, പല വസ്തുക്കൾ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ എന്താണ്, കെമിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ്. കൂടുതൽ എക്സാമ്പിൾ ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. റിയാക്ടിവിറ്റി, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ കെമിക്കൽ റിയാക്ഷൻ ഓർ കെമിക്കൽ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇൻഫ്ലെയിമബിലിറ്റി എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ കമ്പസ്റ്റബിലിറ്റി എന്ന് പറയുന്നതും കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ? അതിനായിട്ട് ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ മതി. ക്യാൻ ദ പ്രോപ്പർട്ടീസ് ബി ഐഡൻറ്റിഫൈഡ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്?
ഒരു വസ്തുവിൻ്റെ ഘടനയിലും മറ്റും മാറ്റമില്ലാതെ ആ വസ്തുവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് അളന്നെടുക്കാൻ പറ്റുമോ? പറ്റും എന്നാണെന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, so that's all for today, and if you like this video, please like, share and subscribe.